ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചച്ചീര വെച്ചിട്ട് കിഡിലാണ് ഒരു പക്കോട ഉണ്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാനത് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ അത് സ്കിപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെറിയൊരു കെട്ട് ചീര എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തണ്ടകളൊക്കെ കളഞ്ഞ് ഇല മാത്രമേ നമുക്ക് മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇലക്കെ എടുത്ത് ക്ലീൻ ആക്കിയിട്ട് എല്ലാം കഴുകണം. ചീര കഴുകുമ്പോൾ ഒരുപാട് മണ്ണുകളുണ്ടാവും. എത്ര കഴുകിയാലും മണ്ണുണ്ടാവും. എത്ര കഴുകിയാലും മണ്ണ് പെട്ടെന്നാണ് പോവില്ല. കുറേ പ്രാവശ്യം വാഷ് ചെയ്താലും മണ്ണ് പോകും. അപ്പോൾ ഞാൻ കഴുകി എല്ലാം ക്ലീൻ ആക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട്. അത് നല്ല ഫ്രഷായ ഇല നോക്കി മാത്രമായിട്ട് ഞാൻ അമ്മ പറിച്ചിട്ടുള്ളൂ. ചെറുത് വാടിയ പോലത്തെ ഉണ്ടെങ്കിൽ അതെടുത്ത് ഒഴിവാക്കിയിട്ട് ഫ്രഷ് ഇല മാത്രം അത്ര കിട്ടിയത് കേട്ടോ. അത് നമുക്കിനി നമുക്ക് പറ്റുന്ന അത്ര ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എത്രത്തോളം ചെറിയ പീസാക്കാൻ പറ്റുന്ന അത്ര നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കണം. അപ്പോൾ ചീര കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സ്നാക്ക് പോലെ ആക്കി കൊടുത്താൽ അവർ കഴിക്കും. പക്ഷേ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത്ര ഹെൽത്തി ആയിട്ട് കിട്ടില്ല. നമ്മൾ കറി വെക്കുന്ന പോലൊന്നും അത്ര ഹെൽത്തി ആയിട്ട് കിട്ടില്ല. നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു ചെറിയൊരു മീഡിയം സൈസ് ഉള്ളി കട്ട് ചെയ്തതാണ്. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ ചെറിയ പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3/4 കപ്പ് കടലമാവാണ്. അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് അരിപ്പൊടിയിൽ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടും നമ്മൾ അരിപ്പൊടി ഇട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ. അതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളെ കയ്യിൽ നോർമൽ മുളക് പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം, ആദ്യമേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. നമുക്ക് ഒരുപാട് ലൂസിലല്ല ഈ ബാറ്റർ വേണ്ടത്. ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെ വേണ്ട കേട്ടോ. കാശ്മീരി ചില്ലി ഞാൻ ആഡ് ചെയ്തത് ഒരു കളറും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സാധാ മുളക് പൊടി അത് ചേർത്താലും മതി. ഇനി നമ്മൾ മിക്സ് ചെയ്തതിലേക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ച് ചീരയില്ല അതിട്ട് കൊടുക്കുന്നത് കേട്ടോ. ചീര ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല ഒരുപാട് അങ്ങോട്ട് തിക്ക് പോലെ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇതുപോലെ ഒന്ന് തെളിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. കാരണം നമ്മളത് കയ്യിലെടുക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചു പോകാത്ത രീതിയിൽ വേണം നമുക്ക് കിട്ടാനത്. അതുപോലെ നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ കിട്ടണം കേട്ടോ. ആ ബാറ്റർ അതേപോലെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മാത്രം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 10-20 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ പിന്നെ അപ്പം തന്നെ ടൈം ഇല്ലെങ്കിൽ അപ്പം തന്നെ ഫ്രൈ ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ എവിടെ എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കയ്യിൽ തന്നെ ഇതുപോലെ ഒരുപാട് തിക്കിലല്ല, കുറച്ച് കനല്ലാതെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പക്കോടക്കുള്ള ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കുക കേട്ടോ. കാരണം ഹൈയിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഫ്രൈ ആകും. പക്ഷേ അതിൻ്റെ ഉള്ളൊന്നും കറക്റ്റ് വെന്ത് കിട്ടില്ല. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്ന വീഡിയോ കട്ടായി പോയിട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള പക്കോട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂട് ചാട കൂടെ കിടക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ചീര വാങ്ങുമ്പോൾ നമ്മൾ കറിയും തോരനും എല്ലാം ഉണ്ടാക്കാറുണ്ട്. ഇനി അടുത്ത ചീര വാങ്ങുന്ന ടൈമിൽ ഇതുപോലെ ചീരപ്പക്കോടൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ടേസ്റ്റൊക്കെ സൂപ്പറാണ്. നമ്മൾ പക്കോടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമും അതുപോലെ തന്നെ ആ ഒരു രീതിയിലൊക്കെ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരോ ഉണ്ടാക്കാത്തവരോ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.